പ്രഷർ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്ലാസ്സിൽ സോളിഡ്സും ലിക്വിഡ്സും കൊടുക്കുന്ന പ്രഷറിനെ പറ്റി നമ്മൾ പഠിച്ചു. സോ നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ് കാണാനായിട്ട് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്ലാസ് കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗ്യാസസിൽ കാണുന്ന പ്രഷറിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ, അല്ലേ? ഒരു ഏരിയ, ഒരു യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മളവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത്. പക്ഷേ സോളിഡ്സിലും ലിക്വിഡ്സിലും നമുക്ക് പ്രഷർ പറയാൻ കുറച്ചുകൂടി ഈസിയാണ്. കാരണം നമുക്കറിയാം, ഒരു സോളിഡ് ആയിട്ടുള്ളൊരു വസ്തു നമ്മളെടുത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് ഈ പറയുന്ന സോളിഡായ വസ്തുവിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ പ്രഷർ എന്ന് പറയാൻ പറ്റും. അല്ല, നമ്മൾ ഏതെങ്കിലും ദിശയിലേക്ക് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോഴും നമുക്ക് പ്രഷർ പറയാൻ എളുപ്പമാണ്. ലിക്വിഡ്സിലായപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? ലിക്വിഡ്സിൻ്റെ പ്രഷർ എന്ന് വെച്ചാൽ ആ പറയുന്ന ലിക്വിഡിന് മുകളിലുള്ള വാട്ടർ എത്രയാണോ അല്ലെങ്കിൽ ലിക്വിഡ് എത്രയാണോ അത് ആ പോയിന്റിലേക്ക് കൊടുക്കുന്ന പ്രഷറാണ് ലിക്വിഡ് പ്രഷർ എന്ന് പറയുന്നത്. പക്ഷേ ഗ്യാസസിലോട്ട് വരുമ്പോൾ നിങ്ങൾക്കറിയാം, അല്ലേ? നിങ്ങൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ, ഇപ്പോൾ ഒരു ബലൂണിനകത്ത് നമ്മൾ ഗ്യാസ് ഊതി നിറച്ച് വെച്ചിരിക്കുകയാണ്. ആ ബലൂൺ പൊട്ടിച്ചപ്പോൾ ആ ഗ്യാസ് എങ്ങോട്ടാണ് പോയേ? താഴോട്ടാണോ പോയേ? നിങ്ങളൊരു ബലൂണിൽ വെള്ളം നിറച്ചിട്ട് ആ വെള്ളം പൊട്ടിച്ചാലോ അല്ലെങ്കിൽ ബലൂൺ പൊട്ടിച്ചാലോ വെള്ളം താഴോട്ട് പോകും. സോളിഡായ ഒരു വസ്തുവിൽ നമ്മളെടുത്ത് കൈവിട്ടാലും അത് താഴേക്ക് പോകും. കാരണം അവിടെ രണ്ടിടത്തും ഗ്രാവിറ്റി ഈ പറയുന്ന രണ്ടിനെയും താഴേക്ക് വലിക്കുന്നുണ്ട്. ഓക്കെയാണ്. അപ്പോൾ അത് താഴോട്ട് കൊടുക്കുന്ന ഫോഴ്സാണ് അവിടുത്തെ പ്രഷർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഈസി ആയിട്ട് അസ്യൂം ചെയ്യാൻ പറ്റും. പക്ഷേ ഗ്യാസിലോട്ട് വരുമ്പോൾ എന്താ, ഒരു ഗ്യാസിൽ നമ്മളൊരു ബലൂൺ പൊട്ടിച്ചപ്പോൾ ആ ഗ്യാസ് എങ്ങോട്ടാണ് പോയത്? താഴോട്ടാണോ? അത് എല്ലാ ദിശയിലോട്ടുമാണ് പോയത്. അപ്പോൾ ഈ ഗ്യാസ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത തന്നെ ഇതാണ്. ഇത് എല്ലായിടത്തോട്ടും ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഗ്യാസ് എങ്ങനെയാണ് ഒരു സ്ഥലത്തേക്ക് പ്രഷർ കൊടുക്കുന്നത്? അപ്പോൾ ഗ്യാസിന് പ്രഷർ ഉണ്ടാവണമെങ്കിൽ നമ്മളിതിനെ എന്ത് ചെയ്യണം? ഒരു കണ്ടെയ്നറിനകത്ത് ക്ലോസ് ചെയ്ത് വയ്ക്കണം. ഇതിനകത്ത് ക്ലോസ് ചെയ്ത് വയ്ക്കണം. ഒരു ഈ പറയുന്ന ഏരിയക്കകത്ത് ക്ലോസ് ചെയ്ത് വയ്ക്കണം. ഫോർ എക്സാമ്പിൾ ഒരു ബലൂൺ. അപ്പോൾ നിങ്ങൾ ഊതി നിറച്ച കാറ്റ്, അല്ലേ, ആ ബലൂൺ എന്ന് പറയുന്നത് അതിനെ പുറത്തേക്ക് വിടാതെ പിടിച്ചു വെച്ചപ്പോൾ അതിങ്ങനെ വീർത്ത് വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ പറയുന്ന അകത്തുള്ള ഗ്യാസ് ഈ ബലൂണിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു. ആ ഫോഴ്സിൻ്റെ ഫലമായിട്ട് ആ ബലൂൺ റബ്ബർ ആയതുകൊണ്ട് തന്നെ അത് വീർത്ത് വന്നു. അപ്പോൾ ഗ്യാസുകൾ എങ്ങനെയാണ് പ്രഷർ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഗ്യാസിനെ നമ്മളൊരു കണ്ടെയ്നറിനകത്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കുമ്പോൾ ആ കണ്ടെയ്നറിനെ പൊട്ടിച്ച് പുറത്തോട്ട് പോകാനായിട്ട് ഗ്യാസ് എപ്പോഴും ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഗ്യാസ് മോളിക്യൂളുകൾ ഈ പടത്തിൽ കാണുന്ന പോലെ ഈ പറയുന്ന ഗ്യാസ് ഇരിക്കുന്ന കണ്ടെയ്നറിലേക്ക് വന്ന് ഇടിക്കും. അപ്പോൾ ഇടിക്കുമ്പോൾ ഇവിടെ കൊടുക്കുന്നത് എന്താണ്? ഫോഴ്സ് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഏരിയയിലോട്ട് കൊടുക്കുന്ന ഫോഴ്സ് നമ്മൾ അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ അതാണ് ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഗ്യാസിൻ്റെ പ്രഷർ എന്ന് വെച്ചാൽ എന്താ? The force exerted by the gas normally on a unit area is called gas pressure. അപ്പോൾ ഈ പറയുന്ന ഏത് കണ്ടെയ്നറിനകത്താണോ അത് വെച്ചേക്കുന്നത് ആ പറയുന്ന കണ്ടെയ്നറിലെ വാളുകളിലേക്ക്, ആ പറയുന്ന കണ്ടെയ്നറിൻ്റെ വാളുകളിലേക്ക് ഈ പറയുന്ന ഗ്യാസ് മോളിക്യൂൾസ് കൊടുക്കുന്ന ഫോഴ്സാണ് അതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഫോർ എക്സാമ്പിൾ ഒരു ബലൂൺ നമ്മൾ വീണ്ടും വേർപ്പിക്കുന്നു. കുറച്ച് കാറ്റ് മാത്രം വേർപ്പിച്ചു. അപ്പോൾ നമുക്കറിയാം അത് തൊട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രസ്സാവും, അല്ലേ? അപ്പോൾ നമ്മൾ പറയും പ്രഷർ കുറവാണ്. അതിൽ വീണ്ടും നന്നായി നിറച്ച ബലൂൺ പൊട്ടുന്നതിന് തൊട്ട് മുന്നത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം നല്ല ടെമ്പറായിട്ടിരിക്കും, നല്ല കട്ടിയായിട്ടിരിക്കും. അപ്പോൾ നമുക്കതിന് ഊഹിക്കാൻ പറ്റും അവിടെ പ്രഷർ കൂടുതലാണ്. അപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ ഒരു ഗ്യാസ് മോളിക്യൂളുകൾ നോർമലായി സർഫസിലേക്ക് കൊടുക്കുന്ന ഫോഴ്സിന് തന്നെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം, അപ്പോൾ ഈ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഏത് കണ്ടെയ്നറിലാണോ സൂക്ഷിക്കുന്നത് ആ കണ്ടെയ്നറിൻ്റെ വാൾസിലേക്ക് അത് കൊടുക്കുന്നതാണ് പ്രഷർ. അപ്പോൾ പ്രഷർ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ബലൂണിൻ്റെ എക്സാമ്പിൾ വീണ്ടും നമുക്ക് എടുത്താലോ. ബലൂണിൽ നമ്മൾ കുറച്ച് കാറ്റ് നിറച്ചപ്പോൾ കുറച്ച് പ്രഷർ, കൂടുതൽ കാറ്റ് നിറച്ചപ്പോൾ കൂടുതൽ പ്രഷർ. എൻ്റെ അർത്ഥം എന്താ? ഇവിടെ കുറച്ച് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നപ്പോൾ അവർ കുറച്ച് ബലമേ ഇങ്ങോട്ട് കൊടുത്തുള്ളൂ, സോ പ്രഷർ കുറവെന്ന് പറഞ്ഞു. എന്നാൽ ബലൂണിലോട്ട് നമ്മൾ വീണ്ടും കാറ്റ് ഊതി നിറച്ചപ്പോഴത്തേക്കും അവിടെയുള്ള പാർട്ടിക്കിൾസിൻ്റെ എണ്ണം എന്ത് ചെയ്തു? കൂടിയില്ലേ? അപ്പോൾ കൂടുമ്പോൾ കൂടുതൽ ആൾക്കാരായില്ലേ? അപ്പോൾ കൂടുതൽ ഫോഴ്സ് ഉണ്ടായില്ലേ, അല്ലേ? ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ അവർ കൊടുക്കുന്ന ബലവും എന്ത് ചെയ്യും? കൂടും. കോമൺ ലോജിക്. അപ്പോൾ ഗ്യാസ് പ്രഷർ നമുക്ക് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറയാൻ പറ്റും? ഓൺ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. as the number of particles increases, gas pressure also എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇതാണ് ഒന്നാമത്തെ ഫാക്ടർ. അപ്പോൾ ഗ്യാസ് പ്രഷർ എന്ന് വെച്ചാൽ എന്താണ്? പ്രഷർ ഈസ് ദ force exerted by particles on gas on the unit surface area due to the collision of the gas particles. Okay, collision എന്ന് വെച്ചാൽ ഈ വന്ന് കൂട്ടിയിടിക്കുന്നത്. അപ്പോൾ the force exerted by a gas normally on a unit surface area is called gas pressure. ഗ്യാസ് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറുകൾ ചോദിച്ചാൽ അതിലൊന്ന് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഗ്യാസ് പ്രഷർ ഡിപ്പെൻഡ് ഓൺ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾ. as the number of particle increases, ഗ്യാസ് പ്രഷർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതാണ് നമ്മൾ ഇവിടുത്തെ ഈ ബലൂണിൻ്റെ എക്സാമ്പിൾ വെച്ച് പറയുന്നത്. അടുത്ത് രണ്ടാമതൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും?
ഗ്യാസ് പ്രഷർ ഡിപ്പെൻഡ് ഓൺ ദ വോളിയത്തിന് ഡിപ്പെൻഡ് ചെയ്യും. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതും ബലൂൺ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താ വോളിയം? ഒരു വസ്തു ഇരിക്കാൻ ഉള്ള സ്ഥലം അല്ലേ, അതാണ് വോളിയം എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറയുകയാണ്, ഞാൻ ഒരു ചെറിയ ബോക്സ് എടുത്തു, കുറച്ചുകൂടി ഒരു വലിയ ബോക്സ് എടുത്തു, ഓക്കെ, വീണ്ടും വലിയൊരു ബോക്സ് എടുത്തു. എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു ലിറ്റർ അളവിൽ ഗ്യാസ് എന്ത് ചെയ്തു, നിറച്ചു എന്ന് വിചാരിക്കുക. ചുമ്മാ പറയുകയാണ്, 1 ലിറ്റർ അളവിൽ ഗ്യാസ് നിറച്ചു. അതേ ഗ്യാസിനെ ഞാൻ ഇതിൽ നിന്നും ഈ പറയുന്ന കണ്ടെയ്നറിലോട്ട് മാറ്റി. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ, ഇവിടെ സ്പേസ് എന്താണ്, കുറവാണ്. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് കുറച്ചുകൂടി എന്ത് ചെയ്യേണ്ടി വരും, അടുത്തടുത്ത് നിൽക്കേണ്ടതായിട്ട് വരും. അതേ ഗ്യാസിന് ഞാൻ ഈ പറയുന്ന കണ്ടെയ്നറിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഈ ചെറിയ സ്പേസിനുള്ളിൽ ഇത്രയും മോളിക്യൂൾസ് നിൽക്കേണ്ടി വരും. ഈ 3 കേസിലും എവിടെയായിരിക്കും പ്രഷർ ഏറ്റവും കൂടുതൽ? ഈ പറയുന്ന ആദ്യത്തേതിലായിരിക്കോ, രണ്ടാമത്തേതിലായിരിക്കോ, മൂന്നാമത്തേതിലായിരിക്കോ? നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ പറ്റും, മൂന്നാമത്തേതിലായിരിക്കും പ്രഷർ കൂടുതൽ. കാരണം എന്താണ്, അവിടെ വോളിയം എന്ന് പറയുന്നത് കുറവാണ്. അപ്പോൾ ഇത് ഇരിക്കാനുള്ള സ്ഥലം കുറവാണെങ്കിൽ അവർക്ക് എന്ത് പറ്റും, പ്രഷർ കൂടുതലായിരിക്കും. എന്ത് കൂടുതലായിരിക്കും? പ്രഷർ കൂടുതൽ ആയിരിക്കും. ഓക്കെ ആണോ? കാരണം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ കാറിൻ്റെ ടയർ, ലോറിയുടെ ടയർ, നമ്മുടെ സൈക്കിളിൻ്റെ ടയർ, 3ൻ്റെയും വലിപ്പം വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. 3ലും നമ്മൾ ഒരേ പ്രഷറിലാണോ കാറ്റടിക്കുന്നത്? അല്ലല്ലോ. ഈ പറയുന്ന സൈക്കിൾ ചെറുതാണ്, അപ്പോൾ അതിൽ കുറച്ച് പ്രഷർ. കാറാവുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ പ്രഷർ, ലോറി ആകുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ പ്രഷർ. അപ്പോൾ എന്താണ്, വലിപ്പം മാറുമ്പോൾ കൊടുക്കേണ്ട പ്രഷറും മാറും, വണ്ടിയിൽ വരുന്ന ലോഡും മാറും. അത് ചിന്തിക്കണം, നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ഇതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി ഒരു വലിയ ബലൂൺ നമ്മൾ എടുത്തു, ഒരു ചെറിയ ബലൂൺ നമ്മൾ എടുത്തു. രണ്ടിലും ഒരേ എമൗണ്ടിൽ നിങ്ങൾ കാറ്റൂതി നിറച്ചു. ഒരു ചെറിയ ബലൂൺ, ഒരു കുട്ടി ബലൂൺ എടുത്തു, കുറച്ചുകൂടി വലിയൊരു ബലൂൺ എടുത്തു. രണ്ടിലും നിങ്ങൾ ഒരേ അളവിൽ കാറ്റ് ഊതി നിറച്ചാൽ ഈ ബലൂൺ നല്ല ടെമ്പറായിട്ടിരിക്കും. പക്ഷേ ഈ ബലൂൺ ആണെങ്കിലോ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കും. കാരണം എന്താ, ഇവിടെ കുറച്ച് ഏരിയയിലുള്ള ഈ പറയുന്ന മോളിക്യൂളുകൾ മാക്സിമം പ്രഷർ ഇവിടെ കൊടുക്കും. ഇവിടെ ഏരിയ കുറച്ചുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ വോളിയം കുറച്ചുള്ളത് കൊണ്ട് ചെറിയ പ്രഷറേ കൊടുക്കുള്ളൂ. അപ്പോൾ പ്രഷറിന് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടർ എന്താണ്, അത് ഏത് പാത്രത്തിലാണോ അല്ലെങ്കിൽ കണ്ടെയ്നറിലാണോ ഇരിക്കുന്നത് അതിൻ്റെ വോളിയം. അപ്പോൾ ഒന്നാമത്തെ ഫാക്ടർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, രണ്ടാമത്തേത് അതിരിക്കുന്ന കണ്ടെയ്നറിൻ്റെ വോളിയം, മൂന്നാമത്തേതാണ് ടെമ്പറേച്ചർ. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ബലൂൺ നിറച്ച് നിങ്ങൾ വെയിലത്തോട്ട് വയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ ആ ബലൂൺ പൊട്ടിപ്പോകും. എന്തുകൊണ്ടാണ് പൊട്ടിപ്പോകുന്നത്? വെയിലടിച്ച് ബലൂണിൻ്റെ റബ്ബർ ഉരുകി പൊട്ടിപ്പോകുന്നതല്ല. അല്ല, ഒരു തണലുള്ള കുറച്ച് ചൂടുള്ള റൂമിൽ കൊണ്ട് വെച്ചാൽ മതി, അത് പൊട്ടിപ്പോകും. നിങ്ങൾ ഈ പറയുന്ന ക്രിസ്മസ് ഫംഗ്ഷനും ഒക്കെ ബലൂൺ ഊതി നിറയ്ക്കാറില്ലേ? എന്നിട്ട് നിങ്ങൾ ക്ലാസ് റൂമിൽ കൊട്ടിച്ച് വയ്ക്കാറില്ലേ? അല്പസമയം കഴിയുമ്പോൾ ഓരോ ബലൂണും അവിടെ നിന്ന് ടപ്പ് 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 എന്ന് പറഞ്ഞ് പൊട്ടാറില്ലേ? എന്തുകൊണ്ടാണ്? ആരെങ്കിലും കുത്തി പൊട്ടിക്കുന്നതാണോ? അല്ല. പിന്നെന്താ, മുറിയുടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇരിക്കുന്ന മോളിക്യൂളുകളുണ്ടല്ലോ, മുറിയുടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ ഇരിക്കുന്ന മോളിക്യൂളുകളുടെ എനർജി എന്ത് ചെയ്യും? കൂടും. ഈ പറയുന്ന മോളിക്യൂളുകൾക്ക് ഉള്ള എനർജി നമ്മൾ കൈനറ്റിക് എനർജി എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? കൈനറ്റിക് എനർജി. ഈ പറയുന്ന എനർജി എന്ത് ചെയ്യും? കൂടും. എന്ന് വെച്ചാൽ ആദ്യം പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടിരുന്ന പാർട്ടിക്കിൾസ് ചൂട് കൂടുമ്പോൾ സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് തുടങ്ങും. നിങ്ങളൊരു പാത്രത്തിൽ വെള്ളം എടുക്കുന്ന ആലോചിച്ച് നോക്കി. വെള്ളം തണുത്തിരിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മൾ വെള്ളത്തിൽ ചൂട് കൂട്ടുമ്പോൾ എന്ത് പറ്റും? അകത്ത് ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ കാണുന്നില്ലേ? അതിൻ്റെ അർത്ഥം എന്താ? അവിടുത്തെ മോളിക്യൂൾസിന് എന്തോ മാറ്റം വരുന്നുണ്ട്. അതേപോലെ ഏതൊരു ഗ്യാസിലും ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അവരുടെ കൈനറ്റിക് എനർജി കൂടും. അപ്പോൾ എനർജി കൂടുമ്പോൾ അവർ കൂടുതൽ വേഗത്തിൽ വന്ന് ഈ പറയുന്ന വാൾസിലോട്ട് ഇടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇടിയുടെ എണ്ണം കൂടുമ്പോൾ പ്രഷറിൻ്റെ അളവും കൂടും. സോ ഗ്യാസ് പ്രഷർ എന്തിനേയും ഡിപ്പെൻഡ് ചെയ്യും? ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യും. ടെമ്പറേച്ചർ കൂടുമ്പോഴും ഗ്യാസ് പ്രഷർ എന്ത് ചെയ്യും? കൂടും. അങ്ങനെ ടെമ്പറേച്ചർ. അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഗ്യാസിൻ്റെ പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അതുപോലെ തന്നെ എന്താണ്, അവിടെ ഏത് പാത്രത്തിലാണോ ഇരിക്കുന്നത് അതിൻ്റെ വോളിയം, മൂന്നാമതായിട്ട് അവിടെയുള്ള എന്താണ്, ടെമ്പറേച്ചർ. എന്താണ്? ടെമ്പറേച്ചർ. ഇത് മൂന്നുമാണ് ഗ്യാസിൻ്റെ എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നത്? പ്രഷറിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. മനസ്സിലായി കാണുമല്ലോ? മൂന്നും പഠിച്ചു വെച്ചോളാം, എക്സാമിന് ചോദിക്കും. അപ്പോൾ എന്തൊക്കെയാണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അതുപോലെ തന്നെ അവിടെയുള്ള ഏത് ഭാഗത്താണോ ഏത് കണ്ടെയ്നറിലാണോ ഇരിക്കുന്നത് അതിൻ്റെ വോളിയം, അതുപോലെ തന്നെ അവിടെയുള്ള എന്താണ്, ടെമ്പറേച്ചർ. ഇത് മൂന്നുമാണ് ഗ്യാസിൻ്റെ പ്രഷറിന് ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ്. ഗ്യാസ് പ്രഷറുകളെ പറ്റി പറയുമ്പോൾ ഞാനിവിടെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഗ്യാസ് പ്രഷർ? ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും, വോളിയം ഓഫ് ദ കണ്ടെയ്നർ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും, ടെമ്പറേച്ചർ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ എക്സാമ്പിൾസ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞിട്ട് ഉണ്ട്. ഓക്കെ ആണല്ലോ? ഇനി പ്രഷർ കുക്കറിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. പ്രഷർ കുക്കർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? അടച്ചു വയ്ക്കുന്ന ഒരു സാധനമാണ് അല്ലേ? അപ്പോൾ അതിനകത്തൊരു ഫിക്സഡ് വോളിയം ആണ്. എന്നിട്ട് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുകയാണ്. അപ്പോൾ പ്രഷർ നോർമലി എന്ത് ചെയ്യും? കൂടും അല്ലേ? കാരണം
ഈ പറയുന്ന ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ കൂടും. അങ്ങനെ പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടിയിട്ടാണ് ഭക്ഷണം വേഗം എന്ത് ചെയ്യുന്നത്, പ്രഷർ കുക്കറുകൾക്കകത്ത് പാചകം ചെയ്യുന്നു. അതായത് 100 എന്നുള്ളത് 120 വരെയൊക്കെ എന്ത് ചെയ്യും, ഈ പറയുന്ന ബോയിലിംഗ് പോയിന്റ് കൂടും. അപ്പോൾ കൂടുതൽ ചൂട് കിട്ടുകയും പെട്ടെന്ന് വേവുകയും ചെയ്യും. മാത്രമല്ല ഗ്യാസിൻ്റെ പ്രഷർ കൂടുമ്പോൾ തന്നെ ഈ പറയുന്ന വേകാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, അതിനകത്തോട്ട് നല്ല രീതിയിൽ വാട്ടർ മോളിക്യൂൾസിനെയൊക്കെ പുഷ് ചെയ്ത് നേരെ പെട്ടെന്ന് വേവിച്ചെടുക്കാനും നമുക്ക് എന്തുകൊണ്ട് പറ്റും, പ്രഷർ കുക്കർ കൊണ്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. അതാണ് ഇവിടെ പറഞ്ഞ പോയിന്റിന്റെ ആൻസർ. ശരി, എങ്കിലടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, അറ്റ്മോസ്ഫിയറിക് പ്രഷർ പഠിച്ചാലോ. എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വെച്ചാൽ, അതിനാദ്യം അറ്റ്മോസ്ഫിയർ എന്താണെന്ന് അറിയണം. നമ്മുടെ ഭൂമി, ഈ ഭൂമിക്ക് ചുറ്റിലുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാസ് കൊണ്ടുള്ളൊരു ആവരണം, ഒരു ബ്ലാങ്കറ്റ്, ഒരു പുതപ്പ്. നിങ്ങൾ നല്ല തണുപ്പൊക്കെ ഉള്ളപ്പോൾ പുതച്ച് കൂടി കിടന്ന് ഉറങ്ങാറില്ലേ, അതുപോലെ നമ്മുടെ ഭൂമിയെ ഇങ്ങനെ ഗ്യാസ് കൊണ്ടുള്ള ഒരു പുതപ്പ് കവർ ചെയ്തിരിക്കുകയാണ്. ഈ ഗ്യാസ് കൊണ്ടുള്ള പുതപ്പിനാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ അറ്റ്മോസ്ഫിയറിൽ പലതരം ഗ്യാസുകളുണ്ട്. നൈട്രോജൻ, ഓക്സിജൻ, വാട്ടർ മോളിക്യൂൾസ്, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് പോലെയുള്ള പല ഗ്യാസുകളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്യാസുകളൊക്കെ ഈ പറഞ്ഞ ഭൂമിയിലോട്ട് കണ്ടെയ്നറിൽ പോലെ തന്നെ ഇവിടെ മൂടി വെച്ചേക്കല്ലേ. അപ്പോൾ ഭൂമിയിലോട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വെച്ചാൽ എന്താ, അറ്റ്മോസ്ഫിയറിക് എയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. ഒരു ഷീറ്റ് പേപ്പർ നിങ്ങളിങ്ങനെ വയ്ക്കും. അതിന് മുമ്പായിട്ട് ആദ്യം ഒരു ടേബിളിൽ നിങ്ങൾ സാധാരണ ഒരു സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് ആ സ്കെയിൽ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് വയ്ക്കുക. ഇവിടെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് വയ്ക്കുക. ഒരു ചെറിയ ബോളിനെ എടുത്ത് അതിൻ്റെ എൻഡിലേക്ക് ഇടുക. ഉറപ്പായിട്ടും ഈ പറയുന്ന സ്കെയിൽ താഴെ വീഴും. കാരണം എന്താ, സ്കെയിലിനെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ആരുമില്ല. എന്നാൽ അതേ സ്കെയിലിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു പേപ്പർ വെച്ചിട്ട് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ബോളിനെ താഴേക്ക് ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഈ പേപ്പർ എന്ന് പറഞ്ഞാൽ വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്തൊരു സാധനമാണ് അല്ലേ. അപ്പം നോർമൽ നമ്മുടെ ലോജിക്ക് അനുസരിച്ച് ഈ പേപ്പറിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു ബോളിൻ്റെ വെയിറ്റിനെ ഒന്നും തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ബോളിനെ ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നൊരു കാര്യം, ഈ സ്കെയിൽ വീഴത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാവോ, ഇവിടെ പേപ്പറിന് വെയിറ്റ് ഇല്ലെങ്കിലും ഇത്രയും വലിയ പേപ്പറിലേക്ക് ഈ പറയുന്ന മുകളിലുള്ള എയർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പ്രഷറിൻ്റെ ബലത്തിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, വീഴാതെ ഇരിക്കുന്നു. അപ്പോൾ അതാണ് പറഞ്ഞത് ഈ പറഞ്ഞ എക്സാമ്പിൾ. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലായി അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് വെച്ചാൽ എന്താണ്, അറ്റ്മോസ്ഫിയറിൽ കാണുന്ന എയർ ഓരോ ഒബ്ജക്റ്റിലേക്കും നമ്മളിലോട്ടും ഒക്കെ കൊടുക്കുന്ന ഈ പറയുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്. ഇവിടെ നോക്കി, ഈ പറയുന്ന ബുക്ക്, ഈ ബുക്കിലിപ്പോൾ എത്രത്തോളം ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, ഇത്രയും ബുക്കുകൾ ഇരിക്കുക അല്ലേ. അപ്പോൾ ഇവരെല്ലാവരുടെയും വെയിറ്റ് ആരിലായിരിക്കും ആക്ട് ചെയ്യുന്നത്, ഈ പറയുന്ന ബുക്കിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ബുക്കുകൾ കുറച്ചൊന്നും എടുത്ത് മാറ്റിയാൽ ഇവിടെ അപ്ലൈ ആവുന്ന ഫോഴ്സിൻ്റെ അളവും കുറയും. ഇതേപോലെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഞാനിവിടെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക, എൻ്റെ ചുറ്റിൽ ഇത്രയും ദൂരത്തിൽ അറ്റ്മോസ്ഫിയർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും എൻ്റെ ദേഹത്തുണ്ടാകുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഇത്രയും ഭാഗത്തുള്ള അറ്റ്മോസ്ഫിയറിക് എയർ ഈ പറയുന്ന ഒബ്ജക്റ്റിലോട്ട് കൊടുക്കുന്ന ഫോഴ്സ് ആയിരിക്കും എന്ത്, ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. പക്ഷെ ശ്രദ്ധിക്കണം, അറ്റ്മോസ്ഫിയറിക് പ്രഷർ മുകളിൽ നിന്ന് താഴോട്ട് മാത്രമേ വരൂ എന്ന് വിചാരിക്കരുത്. ഈ പറയുന്ന എല്ലാ ദിശയിൽ നിന്നും എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടാവും. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ എയറിൻ്റെ വെയിറ്റ് നമ്മൾക്ക് ഫീൽ ചെയ്യാത്തത്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ എന്താ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിക് എയറിൻ്റെ വെയിറ്റ് നമ്മുടെ ഒബ്ജക്റ്റിലോട്ട് ഇങ്ങനെ ആക്ട് ചെയ്യും. ഇതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം, the weight of the air column per unit area on the earth's surface is the atmospheric pressure. The unit of pressure is bar. Atmospheric pressure അളക്കുന്ന യൂണിറ്റിൻ്റെ പേരാണ് എന്ത്, BAR. ഇത് അളക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് ബാരോമീറ്റർ. എന്താണ് ഉപകരണത്തിൻ്റെ പേരാണ്, ബാരോമീറ്റർ. ഓക്കെ ആണോ. അപ്പോൾ എന്താണ്, the weight of the air column per unit area on the earth's surface is the atmospheric pressure. The unit of the atmospheric pressure is ബാർ. അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ യൂണിറ്റ് ആണ് ബാർ. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഭൂമിയിൽ നിൽക്കുമ്പോൾ ഈ പറയുന്ന എയർ എല്ലാ ദിശയിൽ നിന്നും നമ്മുടെ ഈ പറയുന്ന ഒബ്ജക്റ്റിലോട്ട് എന്ത് കൊടുക്കും, ഒരു ഫോഴ്സ് കൊടുക്കും. അതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ. അതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ അത് അളക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് ബാരോമീറ്റർ. ഇതിനകത്ത് മെർക്കുറി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കുന്നത്, മെർക്കുറി ബാരോമീറ്റർ എന്ന് വിളിക്കുന്നു. ഓക്കെ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ് as the height from the earth increases. ഇതെന്താ പറഞ്ഞേ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നു, ഞാനിപ്പോൾ ഇവിടെയാണ് നിന്നതെങ്കിൽ ഇത്രയും സ്ഥലത്ത് നിന്ന് അല്ലേ, ഇത്രയും സ്ഥലത്ത് നിന്നല്ലേ കൂടുതലായിട്ട് എൻ്റെ ദേഹത്ത് ഫോഴ്സ് വരത്തുള്ളൂ അല്ലേ. ഇവിടെ നിൽക്കുമ്പോഴാണെങ്കിലും എന്താ, മുകളിൽ നിന്ന് ഇത്രയും സ്ഥലത്ത് നിന്ന് ഫോഴ്സ് വരെയല്ലേ. അപ്പോൾ ഈ ബുക്ക് മാറ്റുന്ന എക്സാമ്പിൾസ് വെച്ച് നമുക്ക് ഓർക്കാൻ പറ്റത്തില്ലേ.
നമുക്ക് തലയുടെ മുകളിലോട്ട് എത്രത്തോളം എയർ കുറയുന്നു അത്രത്തോളം നമ്മുടെ ദേഹത്തുണ്ടാകുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷറും കുറവായി. അതായത് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നു, നമ്മളൊരു ഹിൽ സ്റ്റേഷനിൽ പോകുന്നു, മൂന്നാർ പോലെയുള്ളൊരു മലയുടെ മുകളിൽ കയറി പോയി കഴിഞ്ഞാൽ അവിടെ പ്രഷർ എന്തായിരിക്കും? പ്രഷർ കുറവായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കുക. ഉയരം കൂടുന്തോറും അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. അപ്പോൾ അത് അളക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് എന്ത്? ബാരോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 0.76 ആയിരിക്കും. എത്രയായിരിക്കും? 0.76 ആയിരിക്കും. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് സീ ലെവൽ. അപ്പോൾ നമ്മൾ എല്ലാ കാൽക്കുലേഷന് വേണ്ടിയിട്ടും എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് സീ ലെവൽ എടുക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഉയർന്ന സ്ഥലമായിരിക്കും, നിങ്ങൾ നിൽക്കുന്നത് കുറച്ച് താഴ്ന്ന സ്ഥലമായിരിക്കും. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് നിൽക്കുന്നു, നിങ്ങൾ കുട്ടനാട് നിൽക്കുന്നു. കുട്ടനാട് എന്ന് പറയുന്നത് അറിയാലോ, സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ്. തിരുവനന്തപുരം എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ രണ്ടിടത്തേക്കും അറ്റ്മോസ്ഫിയർ പ്രഷർ സെയിം ആയിരിക്കും? അല്ല. അപ്പോൾ നമുക്ക് കാൽക്കുലേഷന് വേണ്ടിയിട്ടും സയൻറ്റിഫിക് സ്റ്റഡീസിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയർ പ്രഷർ അറ്റ് സീ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ കടലിൻ്റെ ലെവൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് ആക്കി എടുത്തിട്ട് അവിടെ എത്രത്തോളം പ്രഷറാണ് ആക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് എന്താണ്? സീ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രയായിരിക്കും? നമ്മൾ അവിടെ ഒരു ബാരോമീറ്റർ കൊണ്ടുപോയാൽ 0.76 മീറ്റർ ഉയരം വരെ ആയിരിക്കും അത് ഉയരുന്നത്. അതിൻ്റെ അർത്ഥം അത്രയും പ്രഷറാണ് അവിടെ ഉള്ളതെന്നാണ്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് വരുന്ന മറ്റൊരു ചോദ്യം, ഈ ഒരു എക്സ്പെരിമെൻ്റ് പറയുന്നത് എന്താണെന്ന് അത് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ കാര്യത്തിലോട്ട് വരാം. വളരെ സിമ്പിൾ സംഭവമാണ്. നമ്മൾ ഇതുപോലത്തെ ഒരു ക്യാൻ എടുക്കുക. നിങ്ങൾ ഈ മറിൻ്റെയും പെപ്സിയൊക്കെ കുടിച്ചിട്ട് കുടിക്കുന്ന ക്യാൻ ഉണ്ടല്ലോ, ഈ ക്യാൻ എടുത്തിട്ട് അതിൽ മൊത്തം ചൂടുവെള്ളത്തിൽ മുക്കുക. അതിന് ചൂടുവെള്ളത്തിൽ മുക്കുമ്പോൾ അത് നല്ല ചൂടായിരിക്കും. എന്നിട്ട് ഇതിൻ്റെ അടപ്പിനെ എന്ത് ചെയ്യുക? അല്ല, നിങ്ങൾ കൂൾ ഡ്രിങ്ക്സ് കുടിച്ച് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ക്യാൻ കിട്ടുന്നത്. അപ്പോൾ ക്യാനിൽ ഇവിടെ ഒരു ഓട്ട ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ചൂടുവെള്ളം അതിൻ്റെ ദേഹത്ത്, അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ മുക്കണം. ഓക്കെ, മുക്കുക എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ അകത്ത് വെള്ളം ആകണ്ട, ഇങ്ങനെ വെച്ചിട്ട് ആ ഹോളിൻ്റെ ഭാഗം മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക? ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വയ്ക്കുക. അപ്പോഴത്തേക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതിനകത്തുള്ള പ്രഷർ മൊത്തം എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. അതാണ് സത്യം. എന്നിട്ട് അത് എയർ മൊത്തം പുറത്തോട്ട് എക്സ്പാൻഡായി, ഹീറ്റായി എക്സ്പാൻഡായി പുറത്തോട്ട് പോകും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സീൽ അടപ്പ് ക്ലോസ് ചെയ്തിട്ട് ഇതിന് പെട്ടെന്ന് തണുത്ത വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ പറയുന്ന ക്യാൻ ഉണ്ടല്ലോ, ഇതിനെ ഇവിടെ ഉണ്ടാകുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷർ കാരണം അതെന്ത് ചെയ്യും? ചുരുങ്ങിപ്പോവും. എന്ത് ചെയ്യും? ചുരുങ്ങിപ്പോവും. അതായത് ഏതാണ്ട് 1132 ന്യൂട്ടണോളം ഫോഴ്സ് അവിടെ എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അപ്പോൾ ഇത്രയും ഫോഴ്സ് എന്ന് വെച്ചാൽ അത് വലിയൊരു ഫോഴ്സാണ്. അപ്പോൾ അത്രയും ഫോഴ്സ് ഇപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റണ്ടേ അല്ലേ? ഒരു ക്യാൻ പൊട്ടാനുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ ചില്ലറ പ്രഷർ അല്ലത്. അപ്പോൾ നമുക്ക് എന്താ അതുകൊണ്ട് ഫീൽ ചെയ്യാത്തത്? അപ്പോൾ അതിൻ്റെ ഉത്തരം ഞാൻ തൊട്ട് മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. പ്രഷർ ഒരിക്കലും നമ്മുടെ തലയ്ക്ക് മുകളിലായിട്ടല്ല ആക്ട് ചെയ്യുന്നത്. അതാ ഇതുപോലെ കണ്ടോ, ഇതുപോലെ 2 അല്ലെങ്കിൽ 4 ചുറ്റിൽ നിന്നും ഈക്വൽ എമൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്? പ്രഷർ നമ്മുടെ ദേഹത്തേക്ക് ഏറെക്കുറെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം എന്ത് പറ്റും? ഇത് ബാലൻസ് ചെയ്ത് പോകും. നമ്മൾ വടം വലിക്കുന്ന ആലോചിച്ച് നോക്കി, വടം വലിയിൽ ഇടത്തുനിന്ന് വലത്തുനിന്ന് ഒരേ ഫോഴ്സിൽ വലിച്ചുകൊണ്ടിരുന്ന നടുക്കത്തെ പോയിന്റ് അനങ്ങോ? ഇല്ല. അവിടെ ഫോഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടാവുമോ? ഇല്ല. ഇതുപോലെയാണ് നമ്മുടെ പ്രഷർ ആക്ട് ചെയ്യുന്നത്. പ്രഷർ എന്തായിരിക്കും? ഇറ്റ് ഈസ് എക്സേർട്ടഡ് ഇൻ ഓൾ ഡയറക്ഷൻ സിമിലർ ടു ദാറ്റ് ഓഫ് ലിക്വിഡ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രഷർ ഫീൽ ചെയ്യത്തില്ല. അതായത് ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ നിന്നുള്ള ഈ പറയുന്ന ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഏറൊരു ബലം കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിപ്പോൾ ഉയർന്നു നിൽക്കുകയാണെങ്കിൽ ഈ 4 ചുറ്റിൽ നിന്ന് നമുക്ക് എന്ത് വരും? ബലം വരും. അപ്പോൾ എന്ത് പറ്റും? ഇവർ പരസ്പരം ക്യാൻസൽ ചെയ്ത് പോയിട്ട് കൂടുതലും നമുക്ക് ഈ പറയുന്ന ഇത്രയും ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയ പ്രഷറായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒന്നും ഫീൽ ചെയ്യുന്നില്ലെന്നല്ല അർത്ഥം. ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത്രയും പൊട്ടിപ്പോകുന്ന ലെവലിലോട്ട് എത്താത്തത് ഈ പറയുന്ന സൈഡിൽ നിന്ന് വരുന്ന പ്രഷറുകൾ അതിനെ ബാലൻസ് ചെയ്യുന്നത് കൊണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രഷർ മനസ്സിലാക്കാനായിട്ട് മറ്റൊരു എക്സാമ്പിൾ എടുക്കും. ഓക്കെ, അത് ഇവിടെ നോക്കി, നമ്മൾ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഗ്ലാസ്സിനകത്ത് വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് ഇത് ആദ്യം ഗ്ലാസ്സിൽ നൂത്ത് വയ്ക്കണം കേട്ടോ. അത് ഇങ്ങനെ നൂത്ത് വെച്ചിട്ട് നമ്മൾ അതിനകത്ത് വെള്ളം എടുത്തിട്ട് അതിനെ എന്ത് ചെയ്യുക? ഒരു പാത്രം കൊണ്ട് ഇങ്ങനെ അടച്ചു വയ്ക്കും. കുറച്ച് കട്ടിയുള്ള കുറച്ച് വീതിയുള്ള ഒരു പേപ്പർ കൊണ്ട് അടച്ചു വയ്ക്കണം. എന്നിട്ട് അതിന് ഇതുപോലെ കമഴ്ത്തി കഴിഞ്ഞിട്ട് നമ്മൾ കൈയെടുത്താൽ ഒരിക്കലും ഈ പറയുന്ന പേപ്പർ താഴോട്ട് വീഴത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഈ വെള്ളമായിട്ട് ഇവിടെ ഒട്ടിയിരിക്കുന്നതാണോ എന്ന് തോന്നും. അല്ല, ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രഷർ ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് താഴേക്ക് വീഴാത്തത്. അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ മനസ്സിലാക്കാനുള്ള ഒരു എക്സാമ്പിൾ. മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. നിങ്ങൾ ഇതുപോലെ ഒരു പരന്ന പാത്രത്തിൽ വെള്ളം എടുക്കുക. എന്നിട്ട് ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലൊരു ഗ്ലാസ് കൊണ്ട് വയ്ക്കുക. അല്പസമയം കഴിയുമ്പോഴത്തേക്കും ഈ മെഴുകുതിരി അണയുന്നതും കാണാൻ പറ്റും. ഈ വെള്ളം അകത്തോട്ട്, ഈ ഗ്ലാസ്സിനകത്തോട്ട് കയറി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്താ സംഭവിച്ചേ? നമ്മൾ ആദ്യം ഈ വെച്ച സമയത്ത് ഇവിടെ എന്തുണ്ടായിരുന്നു? എയർ ഉണ്ടായിരുന്നു. പക്ഷെ മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കുന്ന കാരണം ടെമ്പറേച്ചർ കൂടിയിട്ട് എന്ത് പറ്റും? ഇവിടുത്തെ പ്രഷർ കുറയും. അതായത് പ്രഷർ കുറയും എന്ന് പറയുമ്പോൾ എന്താ പറ്റുന്നത്? ഇത് എയർ എക്സ്പാൻഡ് ആവും.
അപ്പോൾ എന്ത് പറ്റും? ഈ പറയുന്ന എയർ പ്രഷർ കുറയും. അപ്പോൾ എന്ത് പറ്റും? ഈ പറയുന്ന വെള്ളത്തിനെ പുഷ് ചെയ്ത് ഈ പുറത്തുള്ള പ്രഷർ ഉണ്ടല്ലോ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടല്ലോ, ഇത് ഈ വെള്ളത്തിനെ പുഷ് ചെയ്ത് എന്ത് ചെയ്യും? ഇതിനകത്തേക്ക് കയറ്റും. അങ്ങനെ ഈ പറയുന്ന വെള്ളം അകത്തോട്ടാവും. അപ്പോൾ ആദ്യം കയറിപ്പോകാനായിട്ട് ഇത്രയും ഭാഗത്ത് എന്തായിരുന്നു? എയർ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ എയർ ചൂടായത് കാരണം അതിൻ്റെ പ്രഷർ നഷ്ടപ്പെട്ടപ്പോൾ ചുറ്റുന്നുള്ള ഈ പറയുന്ന ബാക്കിയുള്ള ഭാഗത്തുള്ള പ്രഷർ എന്ത് ചെയ്തു? ഈ വെള്ളത്തിനെ പുഷ് ചെയ്ത് അകത്തോട്ട് കയറ്റി എന്ന് നിങ്ങൾ തൽക്കാലത്തേക്ക് അസ്യൂം ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇതാണ് എന്ത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ബാലൻസ് എന്ന് പറയും. ഓക്കെ, ഇതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതേ സിറിഞ്ച് നമ്മളിങ്ങനെ പുറത്തോട്ടാക്കിയിട്ട് ഈ പറയുന്ന ഭാഗം അടച്ചു വെച്ചിട്ട് പ്രസ് ചെയ്യാൻ നോക്കി, പ്രസ് ആവോ? ഇല്ല, ഇവിടെ എയർ എന്ത് ചെയ്യുന്നുണ്ട്? പ്രഷർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെയും എയർ പ്രഷറിൻ്റെയും ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ചെറിയ ചാപ്റ്റർ എന്ത് ചെയ്യുന്നു? തീരുന്നു. നോക്കടാ, നമ്മൾ റബ്ബർ സക്കർ എന്ന് പറയുന്ന സാധനം എന്താണ്? ഈ വാക്യൂം പോലത്തെ സാധനം നമ്മൾ എയർ ക്ലിപ്പ് പോലത്തെ നമ്മൾ ഒട്ടിച്ച് വയ്ക്കത്തില്ല ചുവരിൽ, അതവിടെ ചുവര് ഒട്ടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതുപോലത്തെ എയർ പ്രഷർ കൊണ്ടാണ്. മൗണ്ടൻ ക്ലെയിം ചെയ്യുന്ന ആൾക്കാരുടെ മൂക്കിൽ നിന്നും രക്തം വരാറുണ്ട്. കാരണം മൗണ്ടൻ്റെ മുകളിൽ എത്തുന്ന സമയത്ത് നമുക്കറിയാം താഴെ നിൽക്കുന്നതിനേക്കാളും അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണ്? ഇവിടെ കുറവാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു പ്രഷർ ഉണ്ടല്ലോ. അപ്പോൾ അതിനേക്കാളും കുറവ് പ്രഷറായിരിക്കും പുറത്ത്. അപ്പോൾ എപ്പോഴും ഏതൊരു വസ്തുവും ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട് പോകാൻ ശ്രമിക്കും. അപ്പോൾ നമ്മുടെ മൂക്കിൽ നിന്ന് പുറത്തോട്ട് പോകാൻ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം പുറത്തോട്ട് പോകാൻ ശ്രമിക്കും. ബാക്കി എല്ലായിടത്തും കട്ടിയുള്ള വെയിനും ഒക്കെ ബ്ലഡും അല്ലെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ മൂക്കിനകത്തുള്ള ബ്ലഡ് വെസൽസ് കട്ടി കുറഞ്ഞതായതുകൊണ്ട് അതിന് ചിലപ്പോൾ ഈ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാതെ അത് പൊട്ടിയിട്ടാണ് മൂക്കിൽ നിന്ന് രക്തം വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ പറയുന്ന എന്ത് കൊടുക്കുമ്പോൾ, ആൾക്കാർക്ക് ഡ്രിപ്പ് കൊടുക്കുമ്പോൾ ഈ ഡ്രിപ്പിൻ്റെ പാത്രം ഉണ്ടല്ലോ, ആ ഡ്രിപ്പിൻ്റെ ഒരു കുപ്പി ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സൂചി കൊണ്ട് ഒരു കുത്ത് കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തിനാണ്? അത് കൊടുത്താൽ മാത്രമേ അതുവഴി എയർ വന്നിട്ട് ഈ പറയുന്ന അകത്തിരിക്കുന്ന മരുന്നിനെ പുഷ് ചെയ്ത് താഴേക്ക് എത്തിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവിടെ അത് എന്ത് ചെയ്യും? ലോക്കായിട്ട് ഇരിക്കും. ഓക്കെ, പാസഞ്ചേഴ്സ് ട്രാവലിംഗ് അപ്പ് ഹിൽ അല്ലെ, നമ്മൾ ഈ പറയുന്ന മൗണ്ടൻ്റെ മുകളിലോട്ടൊക്കെ കാറിൽ യാത്ര ചെയ്യുന്നവർക്ക് ചെവിയിൽ എന്ത് ചെയ്യാറുണ്ട്? വേദന അനുഭവപ്പെടാറുണ്ട്. കാരണം നമ്മുടെ ഈ പറയുന്ന ചെവിക്കകത്ത് എന്തുണ്ട്? ഈ പറയുന്ന ഇയർ ഡ്രം ഉണ്ട്. ഇയർ ഡ്രമ്മിനകത്തായിട്ട് പ്രഷറുണ്ട്, പുറത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഉണ്ട്. നമ്മൾ ഈ പറയുന്ന താഴെ നിന്നിട്ട് പെട്ടെന്ന് മൗണ്ടൻ്റെ മുകളിൽ കയറുമ്പോൾ അകത്തുള്ള പ്രഷർ കൂടുതലും പുറത്തുള്ള പ്രഷർ കുറവായിരിക്കും. അപ്പോൾ അകത്ത് നിന്ന് എയർ പുറത്തോട്ട് വരാൻ നോക്കും. അപ്പോൾ നമ്മൾ ഇയർ ഡ്രമ്മിനകത്ത് നിന്ന് പുഷ് ചെയ്യും. അങ്ങനെ നമുക്ക് ചെവിയിലെ വേദന വരും. അപ്പോൾ ഇതൊക്കെയാണ് പ്രഷറിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ നോട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. സോ നോട്ട് ഇന്ന് തന്നെ ഞാൻ എന്ത് ചെയ്യാം? ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.